ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ മാധ്യമ മേധാവിയെ വധിച്ചു. ലബനനിൽ കരയുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തെ ഒരു ഗ്രാമത്തിൽ വളഞ്ഞ് ഹിസ്ബുള്ളകൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടം സെൻട്രൽ ലബനനിൽ. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. ഇസ്രായേൽ യുദ്ധത്തിന്റെ 408ാമത്തെ ദിവസം ലെബനോനിൽ ഹിസ്ബുള്ളയുടെ മാധ്യമ മേധാവിയെ ഇസ്രായേൽ സൈന്യം വധിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളകളുടെ വാർത്താ കേന്ദ്രം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി. ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുല്ലയുടെ കെട്ടിടം തവിടുപൊടിയാക്കി, അദ്ദേഹത്തിൻ്റെ തറവാട് വീടടക്കം തവിടുപൊടിയാക്കി. ലെബനോനിൽ പൊരിഞ്ഞ കരയുദ്ധം നടക്കുകയാണ്. ഇസ്രായേലും ഇവിടെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്നു. നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഒരു ഗ്രാമം തകർക്കുവാൻ എത്തിയ ഇസ്രായേൽ പട്ടാളക്കാരെ ഹിസ്ബുള്ള പോരാളികൾ വളഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഇത് അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാസയിൽ പൊടിവാറുന്ന പോരാട്ടം ഇസ്രായേൽ നടത്തുകയാണ്. ജബാലിയ, ബെയ്ത് ലാഹിയ എന്നിവിടങ്ങളിൽ ഡസൻ കണക്കിന് ഹമാസ് അനുകൂലികളെ ഇസ്രായേൽ സൈന്യം വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതുപോലെ തന്നെ ഗാസയിലേക്ക് അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് വീണ്ടും ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. മരുന്ന്, വെള്ളം, ഇന്ധനം, അതുപോലെ ആഹാരം എന്നിവ കിട്ടാതെ ഗാസയിലെ ജനങ്ങൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ വലിയ നരകയാതനയിലാണ്. പക്ഷേ നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് ഗാസയെ വീണ്ടും വീണ്ടും തള്ളിവിടുന്ന ഇസ്രായേലിന്റെ ഒരു മനുഷ്യത്വമില്ലാത്ത മുഖം അവിടെ കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ അവർ അവർക്ക് ഉണ്ടായ തിക്താനുഭവങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കുന്നതായിരിക്കും. കലി തീരാതെ യഹൂദരുടെ ഒരു വിദ്വേഷം ഇപ്പോഴും ഗാസയുടെ മേൽ നിറഞ്ഞു പെയ്യുകയാണ് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അവിടുത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ യുദ്ധത്തിൻ്റെ 408ാമത്തെ ദിവസമാണ്. ഹിസ്ബുള്ളകളുടെ നാവടക്കിക്കൊണ്ട് ഹിസ്ബുള്ളകളുടെ വ്യാജ വാർത്ത ഫാക്ടറി അടിച്ചു തകർക്കുകയും അതിനെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ തകർത്തു എന്നും അവകാശപ്പെടുന്നത്. ലെബനോനിൻ്റെ തലസ്ഥാനമായ മധ്യഭാഗത്തുള്ള റാസ് അൽ നബയിലാണ് ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്ക് ഉണ്ടായത്. ഹിസ്ബുള്ളയുടെ മീഡിയ റിലേഷൻസ് മേധാവി മുഹമ്മദ് അഫീഫാണ് കൊല്ലപ്പെട്ടത്. 2 ലെബനോനിലെ സുരക്ഷാ ഏജൻസികൾ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തു. ലെബനോനിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടാണ്. ഹിസ്ബുള്ളയുടെ വ്യാജവാർത്ത ഫാക്ടറി കേന്ദ്രം ഇസ്രായേൽ തകർത്തിരിക്കുന്നു. അതിൻ്റെ മീഡിയ റിലേഷൻസ് മേധാവി മുഹമ്മദ് അഫീഫിനെ കൊല്ലപ്പെട്ടതായിട്ടും ഇയാൾ മരിച്ചതായിട്ടും ലെബനോനിലെ തന്നെ സുരക്ഷാ ഏജൻസികളും മാധ്യമങ്ങളും ഇപ്പോൾ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നു. ഹിസ്ബുള്ള മേധാവി മുഹമ്മദ് അഫീഫിനെ വധിച്ചത്, അതിൻ്റെ ഓപ്പറേഷൻ വിവരങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ലെബനോൻ തലസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തുള്ള റാസ് അൽ ലബീനിയിൽ ഇസ്രായേൽ ഡ്രോൺ ഉപയോഗിച്ച് ഒഴിപ്പിച്ച കെട്ടിടങ്ങളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു. അതായത് ഈ ഭാഗത്ത് നിന്ന് മനുഷ്യരെ മുഴുവൻ ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞുപോകാൻ പറഞ്ഞിരുന്നു. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടങ്ങളിൽ റെയ്ഡ് നടത്തുമെന്നും ഇത്തരം റെയ്ഡുകളിൽ സാധാരണക്കാർ ഒരു കാരണവശാലും ബലിയാടാകരുത് എന്നും ഉള്ള മുന്നറിയിപ്പായിരുന്നു ഇസ്രായേൽ കൊടുത്തത്. അത്തരത്തിൽ ഉള്ള മുന്നറിയിപ്പിന്റെ ഭാഗമായി ഈ ലെബനോനിന്റെ മധ്യഭാഗത്തുള്ള ഈ പ്രദേശത്തു നിന്നും ജനങ്ങൾ മുഴുവനും ഒഴിഞ്ഞുപോയിരുന്നു. ജനങ്ങൾ ഒഴിഞ്ഞുപോയപ്പോൾ ഒരു കെട്ടിടത്തിൽ ഡ്രോൺ മനുഷ്യന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു. ഈ ഡ്രോൺ മനുഷ്യന്റെ ശരീരത്തിലെ ചൂട് മാത്രം കണ്ടെത്തുന്ന ഒരു സാങ്കേതിക വിദ്യ ഉള്ളതായിരുന്നു. അതായത് പുറമേ തീച്ചൂളയുണ്ടെങ്കിലും ബോംബ് സ്ഫോടനമുണ്ടെങ്കിലും വലിയ തോതിലുള്ള ചൂടുണ്ടെങ്കിലും ഇതൊന്നും ഈ ഡ്രോൺ കണ്ടെത്തിയില്ല. മനുഷ്യ ശരീരത്തിലെ ഊഷ്മാവ് മാത്രമായി കണ്ടെത്തി. അത് റിപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിന്റെ പ്രത്യേക AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഡ്രോൺ ആയിരുന്നു. ഇത്തരത്തിൽ ഒഴിപ്പിച്ച കെട്ടിടത്തിൽ ഈ ഡ്രോൺ ആൾപെരുമാറ്റം കണ്ടെത്തുകയും അതിൻ്റെ ഉള്ളിൽ ആളുകൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് ഈ വിവരം കെട്ടിടത്തിലെ വിവരം ഈ ഡ്രോൺ ഇസ്രായേലിലെ സൈന്യത്തിന് കൈമാറുകയും തുടർന്ന് കെട്ടിടം വലിയ സ്ഫോടനത്തിൽ തകർക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് മുഹമ്മദ് അഫീഫാണ് എന്ന് ചിത്രങ്ങൾ വെച്ച് ഇസ്രായേൽ സൈന്യം തിരിച്ചറിയുന്നത്. എന്താണെങ്കിലും മുമ്പ് ഗാസയിൽ നടന്ന അക്രമത്തിൽ ഹമാസിന്റെ തലവനായിട്ടുള്ള ആളെ കൊലപ്പെടുത്തി അവരുടെ മൃതദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുപോയതുപോലെ മുഹമ്മദ് അഫീഫിന്റെ മൃതദേഹം പോലും ഇസ്രായേൽ എടുക്കുവാൻ തയ്യാറാക്കില്ല. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ തന്നെ മൃതദേഹം ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ കെട്ടിടത്തിൽ മുഹമ്മദ് അഫീഫ് ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലെബനീസ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഏറ്റ പ്രഹരം വളരെ വ്യക്തമാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഹിസ്ബുള്ളയുടെ മീഡിയ വിഭാഗം ഹെഡ് ഓഫീസ് തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഈ കെട്ടിടത്തിൽ സിറിയൻ ബാത്ത് പാർട്ടിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിറിയൻ ബാത്ത് പാർട്ടിയുടെ ഓഫീസിന്റെ ബോർഡുകളും അവരുടെ രേഖകളും ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിട്ടു. അതായത് ലെബനോനിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ ലെബനോനിലെ ഒരു വിഭാഗം ജനങ്ങൾക്കും അവിടുത്തെ രാഷ്ട്രീയ
പാർട്ടികൾക്കും പങ്കുണ്ട്. അവിടെ ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് ലെബനോനിലെ സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അനുമതിയോടെയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ലെബനോൻ മുഴുവൻ അനുഭവിച്ചേ മതിയാകൂ എന്നുള്ള ഒരു നിലപാട് ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുകയാണ്. കാരണം ലെബനോനിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഹിസ്ബുള്ളയുടെ താവളത്തിലും മീഡിയ ഹെഡ് ഓഫീസിലുമാണ് എന്ന് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോട്ടം ഉള്ള സ്ഥലമല്ലായിരുന്നു. അതിനാലാണ് മാധ്യമ വിഭാഗം മേധാവി എന്ന നിലയിൽ ഈ മുഹമ്മദ് ഇവിടെ ഒളിച്ചു താമസിച്ചത്. ലെബനീസ് മാധ്യമങ്ങൾ സെൻട്രൽ ബെയ്റൂട്ടിലെ അസാധാരണമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫേക്ക് ന്യൂസുകളായിരുന്നു മുഹമ്മദ് അഫീഫ് ഈ കെട്ടിടത്തിലിരുന്ന് വിതരണം ചെയ്തുകൊണ്ടിരുന്ന. ലോകത്തെ അൽ ജസീറ ഉൾപ്പെടെ, കേരളത്തിലെ ഉൾപ്പെടെ, ഇന്ത്യയിലെ, അങ്ങനെ പാകിസ്ഥാനിലെ മീഡിയകൾക്കെല്ലാം ലെബനോനിൽ നിന്നും ഫേക്ക് വാർത്തകളുടെ ഒരു ഫാക്ടറിയുടെ മേധാവിയായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഈ മുഹമ്മദ് അഫീഫ്. എന്താണെങ്കിലും ഇസ്രായേൽ ആ അധ്യായം അടച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു കനത്ത പ്രഹരം കൂടി നൽകിയിരിക്കുകയാണ്. മുമ്പ് ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ളയുടെ പരമോന്നതമായിട്ടുള്ള നേതാവായിട്ടുള്ള ഹസൻ നസ്രല്ലയുടെ ഓർമ്മകൾ പോലും ഇനി ബാക്കി വയ്ക്കില്ല എന്ന് അവകാശപ്പെട്ട് ബെയ്റൂട്ടിലെ ഇദ്ദേഹത്തിൻ്റെ കേന്ദ്രങ്ങൾ വീണ്ടും തകർത്തു. ഇദ്ദേഹത്തിൻ്റെ ഹസൻ നസ്രല്ലയുടെ തറവാട് തകർത്തു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആയിരുന്നു ഇത് ചെയ്തത്. ഹിസ്ബുള്ള തലവൻ കൊലപ്പെട്ട ഹസൻ നസ്രല്ലയുടെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റും ഫ്ളാറ്റ് സമുച്ചയവും IDF പൂർണ്ണമായിട്ട് തകർത്തു. 2006 രണ്ടാം ലെബനോൻ യുദ്ധത്തിൽ നസ്രല്ലയുടെ വീടിന് നേരെ അന്ന് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതാണ്. അതിനുശേഷം വലിയ ആഡംബര വസതിയായി, വലിയ ഒരു ബംഗ്ലയായി പുനർനിർമ്മിക്കുകയായിരുന്നു ഹസൻ നസ്രല്ല ഈ സമുച്ചയം. ഈ അപ്പാർട്ട്മെന്റിനുള്ളിൽ, ഫ്ളാറ്റുകൾക്കുള്ളിൽ ഹിസ്ബുള്ളയുടെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് IDF പറയുന്നത്. ഇതോടെ ഹസൻ നസ്രല്ലയുടെ ഓർമ്മകൾ പോലും ഇനി ലെബനോനിൽ ബാക്കി വയ്ക്കില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത്. എന്താണെങ്കിലും ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബെയ്റൂട്ടിൽ തന്നെ 50ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തു. ഈ 50ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള ആയുധ ശേഖരണവും ഹിസ്ബുള്ളയുടെ ലോക്കറ്റ് റോഞ്ചറുകളും ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇതേസമയം വടക്കൻ ഗാസയിലേക്ക് വന്നാൽ, യുദ്ധത്തിൻ്റെ ഈ ദിവസം വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയിൽ ഒരു ബഹുനില റെസിഡൻഷ്യൽ കെട്ടിടം പരിപൂർണമായിട്ട് ഇസ്രായേൽ തകർത്തു. ഇത് വലിയ ഏകദേശം 10-30 നിലകളുള്ള ഒരു കെട്ടിടമായിരുന്നു. ഇതിനകത്ത് നിരവധി ആളുകളുണ്ടായിരുന്നു. ഒഴിവാക്കുവാൻ ആളുകൾക്ക് ഒഴിപ്പിക്കൽ നിർദ്ദേശം കൊടുക്കാതെയാണ് ഇത്തരത്തിലുള്ള ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടായത്. അത് തകർന്ന് തരിപ്പണമായി ഈ വലിയ ബഹുനില കെട്ടിടം. ഇതിനകത്ത് നിരവധി ഡസൻ കണക്കിന് പലസ്തീനുകളും ഹമാസ് അനുകൂലികളും കൊലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ കെട്ടിടം മുഴുവൻ ഹമാസിന്റെ ഒരു കമാൻഡ് സെന്ററായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. പുതിയ ആളുകൾക്ക് നിരവധി ഹമാസുകാർ അവരെ വധിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തപ്പോൾ പുതിയ ഹമാസിന്റെ റിക്രൂട്ടിംഗ് സെന്ററായിട്ടും പുതിയ പലസ്തീനികളെ, യുവാക്കളെ കൊണ്ടുവന്ന് ഹമാസ് പരിശീലനം കൊടുക്കുന്ന കേന്ദ്രമായിട്ടും ഇത് പ്രവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ കെട്ടിടം തകർത്തത് എന്നാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള അധികാരികൾ അവരുടെ ഈ സംഭവം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ കെട്ടിടം തകർത്തുവെന്നും നിരവധി ഡസൻ കണക്കിന് പലസ്തീനുകളെ ഇസ്രായേൽ വധിച്ചു എന്നും അവിടുത്തെ ഹമാസുമായും ബന്ധപ്പെട്ട ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയാണ്. എന്താണെങ്കിലും ഗാസയിൽ വലിയ തോതിലുള്ള യുദ്ധ നീക്കം ഇസ്രായേൽ തുടരുകയാണ്. മാത്രമല്ല, ഗാസയിലെ ജനങ്ങൾക്ക് UN-ഉം മറ്റ് ലോകരാജ്യങ്ങളും കൊടുത്തുവിടുന്ന അവശ്യ സാധനങ്ങളും മറ്റും ഇസ്രായേൽ തടയുന്നു. റഫ അതിർത്തിയിലൂടെയാണ് ഇത്തരം സാധനങ്ങൾ കടത്തിവിടേണ്ടത്. റഫ അതിർത്തി ഈജിപ്തിന്റെയും ഗാസയുടെയും അതിർത്തിയിലാണ്. ഇവിടെ നിന്ന് ഉള്ള 14 കിലോമീറ്റർ റോഡ് പരിപൂർണമായിട്ടും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഇതുവഴിയുള്ള ഓയിൽ, ഭക്ഷണം, മരുന്ന്, വസ്ത്രം ഇവയെല്ലാം കടത്തിവിടുന്നതിൽ ശക്തമായിട്ടുള്ള നിയന്ത്രണം തുടരുകയാണ്. ഗാസയിലാകട്ടെ ജനങ്ങൾ മരുന്നും ഭക്ഷണവും ഇന്ധനവുമില്ലാതെ നരകയാതനയിലാണ്. ഇതിനിടെ ലെബനോനിൽ മുമ്പ് പറഞ്ഞതുപോലെ രൂക്ഷമായിട്ടുള്ള യുദ്ധമാണ്, കരയുദ്ധമാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നടത്തുന്നത്. ഹിസ്ബുള്ള നടത്തിയ ഏറ്റവും വലിയ വെടിവെപ്പിൽ നിരവധി IDF-ന്റെ സൈനികർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സൈനികൻ മരിച്ചു എന്ന് മാത്രമാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ ലെബനോനിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മരണം 44 ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗാസയിലും ഇസ്രായേൽ സൈന്യത്തിൻ്റെ മരണമുണ്ട്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ മരണം ഗാസയിൽ 376 മൊത്തം ഏകദേശം 400 കവിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ
മരണം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം 408ാമത് ദിവസം വരെയുള്ള കണക്കാണ്. ഇത് മുമ്പ് ഇസ്രായേലിൽ ഹമാസ് കയറി നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്നുള്ള മരണമല്ല. തീർച്ചയായിട്ടും അതിനുശേഷം ഗാസയുടെ മണ്ണിലും ലബനോന്റെ മണ്ണിലും ഇസ്രായേലിന് പുറത്തുള്ള വിദേശ മണ്ണിൽ വെച്ചുള്ള മരണത്തിലാണ് ഗാസയിൽ 376ഉം അതുപോലെ ലബനോനിൽ 44 സൈനികരും കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെറുതെയല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്, ചോര കൊടുത്തു തന്നെയാണ് ഇസ്രായേൽ ഈ യുദ്ധം നയിക്കുന്നതെന്നും ആൾനാശമുണ്ട് എന്നും കഷ്ടങ്ങളും നഷ്ടങ്ങളും ആ ഭാഗത്തും ഉണ്ട് എന്നും വളരെ വ്യക്തമാണ്. തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ള പൂർണ്ണ ശക്തിയോടെ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനിടെ വരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ഇവിടുത്തെ ഒരു ഗ്രാമം ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ കരസേനയെ മുഴുവനായി ഒരു പ്രതിരോധം തന്നെ ഈ ഗ്രാമത്തിൽ ഹിസ്ബുള്ള തീർത്തതായിട്ടുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഹിസ്ബുള്ള ഒരു ഇസ്രായേലി പ്ലാറ്റൂണിനെ ലക്ഷ്യം വെച്ചു, ഇസ്രായേലി പ്ലാറ്റൂണിനെ വളഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും ലബനോനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഹിസ്ബുള്ളയുടെ അവസാനം കണ്ട് ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇതിനിടെ ഇസ്രായേലിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട് വത്തിക്കാന്റെ പുതിയ പ്രതികരണം വന്നിരിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള മാർപ്പാപ്പ ഇസ്രായേലിൽ നടക്കുന്നത് ഒരു വംശഹത്യയാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലെ ഉദ്ധരണികൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു പുതിയ പുസ്തകം അദ്ദേഹത്തിന്റെ ജൂബിലി വർഷത്തോട് മുന്നോടിയായിട്ട് ഇറക്കിയ പുസ്തകത്തിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ ആണോ എന്ന് അന്വേഷിക്കണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് വംശഹത്യ ആണ് എന്ന് പറയുന്നില്ല. മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളും അറബ് സംഘടനകളും അതുപോലെ തന്നെ ഹമാസും ഒക്കെ പറയുന്നത് പോലെ ഇത് വംശഹത്യ എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല എന്നത് അടിവരയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. വംശഹത്യ ആണോ എന്ന് അന്വേഷിക്കണം എന്നാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാസ മുനമ്പിലെ ഇസ്രായേൽ നടപടികളെക്കുറിച്ചുള്ള വംശഹത്യ ആരോപണങ്ങൾ അന്വേഷിക്കണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെടുന്നു. ഇതാദ്യമായിട്ടാണ് ഇസ്രായേലിനെതിരായിട്ട് ചെറിയ തോതിലെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രതികരണം. ലെബനോനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അധാർമികവും ആനുപാതികമല്ലാത്തതാണോ എന്നും യുദ്ധനീതികൾക്കപ്പുറത്തേക്ക് ഇത് കടന്നുപോയിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇസ്രായേൽ മറുപടി കൊടുത്തു. ഒരു തരത്തിലുള്ള വംശഹത്യയും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും നിലനിൽക്കുകയില്ല എന്നും മാർപ്പാപ്പ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും യുദ്ധനീതി അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നും ഇസ്രായേലിന്റെ പ്രതിനിധി ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് മറുപടി കൊടുത്തു. മാർപ്പാപ്പയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെ ഇസ്രായേലിന്റെ പ്രതിനിധി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി റോമിലേക്ക് പുറപ്പെടും എന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.